പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ അകത്തൊരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേവ് ഫംഗ്ഷൻ എങ്ങനെയൊക്കെ വേരി ചെയ്യാം എന്ന് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. സോ വേവ് ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ടേംസിലായിരുന്നു, അല്ലെങ്കിൽ നമുക്കതിനെ സൈൻ വെച്ചിട്ടും റിപ്രസെൻറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമല്ല അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റൂ അല്ലേ. ലൈക്ക് അതെങ്ങനെ മൂവ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ എനർജി വേരി ചെയ്യുന്നത്. ഫൈൻ. ഇനി എനർജി തന്നെയല്ല, വേറെ പ്രോപ്പർട്ടീസ്, വേറെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് മൊമെൻറ്റം, അതിൻ്റെ ആക്സിലറേഷൻ, അങ്ങനെ പല പല പ്രോപ്പർട്ടീസും നമുക്കറിയാൻ കഴിയും. ഓക്കെ, സോ ഒരു നാനോ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ കഴിയുമെങ്കിൽ ആ നാനോ സ്ട്രക്ചറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്കൊരു പക്ഷേ എന്താണ് അറിയാൻ കഴിയുമായിരിക്കും. ഓക്കെ, സോ ഫോർ ദ സെയിം നമ്മൾ ഇന്ന് ഒരു ജനറൽ ഇക്വേഷൻ നോക്കാൻ പോവാണ് എനർജീൻ്റെ. ഇപ്പം നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ നോക്കിക്കഴിഞ്ഞു, ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൻ്റെ എനർജീൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ എനർജി വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയും വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഫൈൻ. നൗ ഒരു പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ആണെങ്കിൽ സപ്പോസ് ഞാൻ അതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, എന്തെങ്കിലും ഒരു ലെങ്തേ ഉണ്ടാവുമല്ലോ, റൈറ്റ്. സോ അതിനെ ഞാൻ റിപ്രസെൻറ്റ് ചെയ്യുന്നു ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിൽ മാത്രം ആ പാർട്ടിക്കിൾ ഒതുങ്ങിയിരിക്കുക. സോ ഈ ഡിസ്റ്റൻസിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ, എക്സ് ആണ് അതിൻ്റെ ഒരു വൺ ഡയമെൻഷൻ, ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എ വരെ ആ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഇൻസൈഡ് ദി പാർട്ടിക്കിൾ I assume that V is equal to 0, that is potential is 0 and outside it is infinity. ഓക്കെ, ശരിക്കും ഒരു പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ അകത്ത് ആ പാർട്ടിക്കിൾ ആ ബോക്സിനകത്ത് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. എക്സ്റ്റേണൽ നമ്മൾ അതിനെ എനർജൈസ് ചെയ്താൽ എന്താണ്, ഒരു പക്ഷേ അത് വെളിയിലോട്ട് ചാടിയേക്കാം. ഓക്കെ, ഇനി ഒരു പക്ഷേ ഈ പൊട്ടൻഷ്യൽ ഇല്ലാണ്ടും എന്തെങ്കിലും ഒരു എനർജി കിട്ടി ഇത് വെളിയിലോട്ട് ചാടിയാലും ഇതെന്താണ്, ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഒരു പക്ഷേ അതിന് എന്താണ് പുറത്തോട്ട് പോകാനുള്ള ഒരു ഇത് വരത്തില്ല. ഫൈൻ. സോ ദ തിങ് ഈസ് ഈ പാർട്ടിക്കിൾ ഇതിൻ്റെ അകത്ത് ഇരിക്കും തോറും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണെന്ന് നമ്മൾ കരുതുക. ഓക്കെ, സോ ജനറൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയേ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ബൈ 2m ബൈ h bar square into e minus v psi is equal to 0, right. ഇനി ഇതിൻ്റെ അകത്ത് എന്നോട് ആരും ഒരു കാര്യം ചോദിച്ചില്ല, മിസ്സേ ഈ എനർജി ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താ ഇങ്ങനെ വന്നേന്ന്. നോ വൺ ആസ്ക്ഡ് മീ. ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, റൈറ്റ്. ഇനി ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് എന്താണ് ഈ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി വേരി ചെയ്തേക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജി സപ്പോസ് ദിസ് ഇസ് മൈ പി സ്ക്വയർ ബൈ എം ആണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് കൈനറ്റിക് എനർജി നമ്മളൊരു ഇക്വേഷൻ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ സൈ വെച്ചാണ് ഇത് വേരി ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് നാനോ സ്ട്രക്ചേഴ്സ് ആ മൂവ്മെൻറ്റ് അനുസരിച്ച് വേരി ചെയ്യുന്നത് കൊണ്ട് now this term ഇപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ then 2m by h square e minus v psi is equal to 0. സോ ഇതിൻ്റെ അകത്തും എന്താണ് ഈ ടേംസ് ശരിക്കും പറഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കണേ എങ്ങനെയായി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞേ. ദിസ് എന്താ, ഇ മൈനസ് വി അല്ലേ, ദിസ് ഇസ് വി പൊട്ടൻഷ്യൽ എനർജി. ഈ ഇ എന്ന് പറയുന്നത് തൊട്ട് റൈറ്റിലുള്ള ടോട്ടൽ എനർജി ആയിരുന്നു, അതിനെ ഇ മൈനസ് വി എന്ന് നമ്മളാക്കി. ഓക്കെ, സോ ദിസ് ടേം വി ഹിയർ ഇസ് പൊട്ടൻഷ്യൽ എനർജി, ദിസ് വാസ് ദി ടോട്ടൽ എനർജി. സോ ദിസ് ഷുഡ് ബി ഓഫ് കോഴ്സ് എന്ത്, നമ്മുടെ കൈനറ്റിക് എനർജി. ആൻഡ് കൈനറ്റിക് എനർജി നമുക്കറിയാം എങ്ങനെയാണ്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വെലോസിറ്റി വെച്ച് അത് മൂവ് ചെയ്യുന്നു അത് അനുസരിച്ചായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്തുകൂടായോ. ഓക്കെ, സോ ദിസ് വാസ് ഷ്രോഡിഞ്ചേഴ്സ് ഫണ്ടമെൻ്റൽ. ശരിക്കും എനർജീൻ്റെ ബേസിക് കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് പുള്ളി
ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു 1 ഡയമെൻഷണൽ ബോക്സിനെ പറ്റിയാണ്. v is equal to 0 ആണ്. ഇനി v is equal to 0 ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? എന്ന് കിട്ടത്തില്ലേ? ഫൈൻ, ജസ്റ്റ് v is equal to 0 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, or else I can write this equation as dou square psi by dou x square plus k square e psi is equal to k square psi is equal to 0. Why? Because ഈ ടേം നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കെൻ്റെ ഒരു റൂട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സോ k square is nothing but your 2me by h bar square. Okay, so dou square psi by dou x square plus k square psi is equal to 0. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ. And this is of the order second order differential equation. Fine. So ഒരു second order differential equationൻ്റെ general solution നമ്മൾ എങ്ങനെയാണ് എഴുതുക? psi is equal to, if in terms of psi അല്ലേ ഈ നമ്മുടെ general equation. Okay, so this can be written as the solution a sin kx plus b cos kx. ഓക്കെ, ഒരു ജനറൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എഴുതുന്ന രീതിയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, സോ എനിക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്താണ്? psi is equal to സോ നമ്മുടെ ഇക്വേഷൻ കിട്ടിയേക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് ദി വേവ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു a sin kx പ്ലസ് b cos kx ഇസ് ഈക്വൽ ടു എന്നാണ് കിട്ടിയേക്കുന്നത്. ഫൈൻ, ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളൊരു ജനറൽ ഇക്വേഷൻ എനർജീൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണേ. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു പാർട്ടിക്കിൾ എന്താണ്? ഈ ഒരു 1 ഡയമെൻഷൻ്റെ അകത്ത് തന്നെ ഒതുങ്ങിയിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ ഈ നാനോ സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തൊന്നും പോകാൻ പാടില്ല അല്ലേ? പുറത്തെങ്ങും പോകാൻ പാടില്ല ഇൻ ദ സെൻസ്, സോ പുറത്തേക്കുള്ള മൂവ്മെൻറ്റ് എന്താ? 0 അല്ലേ? പുറത്തേക്കുള്ള മൂവ്മെൻറ്റ് എന്താ? 0, റൈറ്റ്? ഈ പാർട്ടിക്കിൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങിയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പക്ഷേ ഇവിടെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ വെളിയിലോട്ട് ഈ പാർട്ടിക്കിൾ ചാടിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ 0 എന്നും മുമ്പേ പറഞ്ഞത്. ഫൈൻ, ഇനി വെളിയിലുള്ള മൂവ്മെൻറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ നമുക്കിത് എഴുതാൻ പറ്റത്തില്ലേ? psi, ദാറ്റ് ഇസ് ദി വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0 at x is less than 0 and psi is equal to 0. ഇങ്ങനെ എഴുതിക്കൂടായോ? ദാറ്റ് ഈസ് ഈ ഒരു ഭാഗത്തും വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, ഈ ഭാഗത്തും എന്താ? വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദർ ഇസ് നോ മൂവ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു കാര്യം, സപ്പോസ് ഞാൻ ഈ ഒരു സൈ ഫംഗ്ഷൻ സൈൻ ആൻഡ് കോസിൻ്റെ സമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സൈൻ ആണെങ്കിൽ സപ്പോസ് ഇങ്ങനെ, റൈറ്റ്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ എത്തിയിട്ട് എന്താണ്? ഈ സൈ ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ എത്തുമ്പോൾ എന്താണ്? 0 ആയിരിക്കണം. അപ്പോഴല്ല ഇങ്ങോട്ട് 0 ആവത്തുള്ളൂ. ഓക്കെ, അതേപോലെ ഈ ഒരു വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴും അതെന്താണ്? 0 ആയിരിക്കണം. അപ്പോഴല്ല ആഫ്റ്റർ എ അത് 0 ആകാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് മൈ പോയിൻ്റ് ഈസ് psi is equal to 0 at x is equal to 0 and psi is also 0 at x is equal to a. നമ്മുടെ ആ 1 ഡയമെൻഷൻ്റെ ഡയമെൻഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു എ എന്ന് പറയുന്ന ഒരു ലെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എൻഡ് പോയിൻറ്റ്സിലും എന്താണ്? സൈ ഫംഗ്ഷൻ 0 ആയിരിക്കണം. ഫൈൻ, സോ ഈ 2 വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് വാല്യൂ സെറ്റ് ഞാൻ എടുക്കുവാണേ. ഫസ്റ്റ് വാല്യൂ സെറ്റ് എടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എക്കും ബിക്കും വല്ലതും വാല്യൂ കിട്ടുമോ എന്ന്. ഓക്കെ, സോ psi is equal to 0 at x is equal to 0. I can write it as 0 is equal to a, xൻ്റെ വാല്യൂ 0, so sin 0 plus
B cos 0, റൈറ്റ്? ഇങ്ങനെയല്ലേ കിട്ടുന്നേ? sin 0 എന്താ? 0. ഓക്കെ, cos 0 1. So this equation turns to be B is equal to 0. ഫൈൻ. സോ ഒരു വാല്യൂ നമുക്ക് കിട്ടി, B is equal to 0 എന്നാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് നോക്കാം. psi is equal to 0 at x is equal to a. ഇനി എന്താണ്? B 0 ആണെന്ന് മനസ്സിലായി. സോ ഈ ഫുൾ ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് മാത്രം നമുക്ക് ഒതുക്കാം. ദാറ്റ് ഈസ് 0 is equal to a sin k a. ഫൈൻ. psi 0 ആണ്, എപ്പോൾ x is equal to a ആകുന്ന സമയത്ത് 0 ആണെന്ന് പറഞ്ഞു. ഇനി രണ്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഒന്നെങ്കിൽ a ഷുഡ് ബി 0 അല്ലെങ്കിൽ sin k a ഷുഡ് ബി 0. ഓക്കെ, ഇനി a 0 ആണെങ്കിലോ ഇത് ഫുള്ള് 0 ആയി പോകത്തില്ലേ? സോ ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല അല്ലേ? ആ പാർട്ടിക്കൽ എന്തായാലും അവിടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവണം. ഇനി a 0 ആവുകയാണെങ്കിൽ വേവ് ഫംഗ്ഷൻ വാനിഷ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് a 0 എടുക്കാൻ പറ്റത്തില്ല. So what we can do is we can take sin ka is equal to 0, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? sin ka is equal to sin n pi എന്ന് എഴുതാം. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിതിനെ ka is equal to n pi എന്ന് എഴുതിക്കൂടായോ? ഓക്കെ, so this is the second equation and the main equation which we get. ഇവിടെ തൊട്ടായിരിക്കും നമ്മൾ എനർജീൻ്റെ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. സോ വി ഹാവ് ഗോട്ട് കെ എ ഇസ് ഈക്വൽ ടു എൻ പൈ. ഇനി ഇതിൻ്റെ അകത്ത് ഈ സൈ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറഞ്ഞു? ബി നമുക്ക് 0 കിട്ടിയത് കൊണ്ട് സൈ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ സൈൻ കെ എക്സ് എന്ന് എഴുതിക്കൂടായോ? ഓക്കെ, സോ എ സൈൻ കെ എൻ പൈ എക്സ് ബൈ എ എന്ന് എഴുതിക്കൂടായോ? വൈ? ബിക്കോസ് കെ എ ഇസ് ഈക്വൽ ടു എൻ പൈ. സോ കെ എന്താ? എൻ പൈ ബൈ എ. ഓക്കെ, സോ സൈൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഇസ് ഈക്വൽ ടു എ സൈൻ എന്താണ്? എൻ പൈ എക്സ് ബൈ എ എന്ന് നമുക്ക് എഴുതിക്കൂടായോ? സോ ദിസ് വാസ് ദി സൈൻ ഇക്വേഷൻ, അല്ലെങ്കിൽ ഫൈൻ്റെ ഇക്വേഷൻ നമുക്ക് ജനറലി നോക്കുവാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, നൗ ഓക്കെ, സോ സൈൻ്റെ ഇക്വേഷൻ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ കിട്ടി. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ n എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഇത് 0 ആവുകയാണെങ്കിൽ എന്ത് പറ്റും? ദിസ് ഹോൾ ബിക്കംസ് 0. ഇനി സൈൻ ഓഫ് 0 ഇസ് 0, റൈറ്റ്? ഇനി a ഇൻറ്റു 0 ഇസ് 0. അപ്പോൾ സൈൻ ഫംഗ്ഷൻ എന്താ? 0 ആയിപ്പോവും അല്ലേ? സൈൻ ഫംഗ്ഷൻ 0 ആയിപ്പോവും. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ 0 ആവാൻ ഇടയില്ല. നമ്മൾ പറഞ്ഞു ആ പാർട്ടിക്കൽ എന്തായാലും അതിൻ്റെ അകത്ത് മൂവ് ചെയ്യും. മൂവ്മെൻറ്റിനെയാണ് ഈ സൈ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ സൈ കനോട്ട് ബി 0 എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ വാട്ട് ഐ ക്യാൻ അസ്യൂം ഇസ് n എന്ന് പറയുന്നത് എന്താ? ഇതൊരു നോൺ സീറോ നമ്പറാണ്. ഓക്കെ, സോ ഈ എന്നിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ദിസ് ഇസ് എ നോൺ സീറോ നമ്പർ. ഓക്കെ, സോ ദ തിങ് ഈസ് ഇപ്പം കെ എ ഇസ് ഈക്വൽ ടു എൻ പൈ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഫൈൻ. സോ ഇത് വെച്ച് എനിക്ക് എഴുതാൻ പറ്റും കെ സ്ക്വയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഓക്കെ, ഓർ എൽസ് ഐ ക്യാൻ റൈറ്റ് കെ സ്ക്വയർ എനിക്കറിയാം എന്താണ്? 2m e ബൈ എച്ച് പൈ സ്ക്വയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു n square pi square. Fine. Or else I can write E is equal to n square pi square h square by 2m a square. Okay, just to cross multiply ഞാൻ ചെയ്തു. അപ്പം എനിക്ക് എനർജീൻ്റെ ജനറൽ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, so the nth level energy level can be given as n square pi square h square by 2m a square. Now since it is dealing with quantum mechanics, the size is very small, so again I am representing the mass as m effective. Fine. So this is the general equation for nth level energy inde energy nth level energy level energy calculate ചെയ്യാൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് nth ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? E1 എന്ന് പറഞ്ഞ ഒരു എനർജി ലെവലിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ വാല്യൂ 1 കൊടുത്താൽ മതി, റൈറ്റ്? സോ ദിസ് ബിക്കംസ് വാട്ട്? പൈ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ എച്ച് ബാർ ആണ്, എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു എം ഇ സ്റ്റാർ ഇ സ്ക്വയർ.
ഓക്കെ, സോ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇനി ഇത് തന്നെ ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്തോട്ടെ. ദാറ്റ് ഈസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് സ്ക്വയർ ബൈ 2π സ്ക്വയർ ഇൻറ്റു 2 me സ്റ്റാർ a സ്ക്വയർ അല്ലേ. സോ പൈ ക്യാൻസൽ ആയി പോകത്തില്ലേ, പൈ സ്ക്വയർ. സോ ദിസ് ബിക്കംസ് വാട്ട് ഇൻ ടേംസ് ഓഫ് എച്ച്, n സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8 me star a square. Okay, so the nth level energy can be written as this thing. Okay, so ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണേ. നമുക്ക് ഇക്വേഷൻ കിട്ടിയെന്നൊക്കെ എന്താണ്, En is equal to n സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഇഫക്റ്റീവ് a സ്ക്വയർ. ഫൈൻ. സോ ഇത് പറയുന്നത് എന്താ, nth ലെവലിൻ്റെ ഒരു എനർജിയാണെന്ന് പറയുന്നത്. ഇനി nth ലെവൽ, ദാറ്റ് ഈസ് n ക്യാൻ ബി എനി നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് കാൺട്ട് ബി ഇതെന്താണ്, ഇതൊരു നോൺ സീറോ നമ്പർ ആണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് നമ്പർ, റൈറ്റ്. സോ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ആകാം. ഓക്കെ, n കാൺട്ട് ബി സീറോ ആൻഡ് നെഗറ്റീവ് സൈഡിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് n ഇസ് എ നോൺ സീറോ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെ ഒരു വാല്യൂസ് ഇത് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഈ എന്ന് പറയുന്നത് എന്താ, 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ. ഓക്കെ, സോ അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ഒരു പക്ഷേ ഇത് എന്താണ് എടുക്കത്തില്ല. ഓക്കെ, സോ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 ഇൻറ്റു ഈ ഒരു കോൺസ്റ്റൻറ്റ്, സപ്പോസ് ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 10 വരുന്നതെന്ന് കരുതുക. ഓക്കെ, സോ 1 ഇൻറ്റു 10, 1 സ്ക്വയർ ഇൻറ്റു 10 ആൻഡ് 2 ഇൻറ്റു 10, 2 സ്ക്വയർ ഇൻറ്റു 10. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസ് നോക്കണേ. ഇതെന്ന് പറഞ്ഞാൽ എനർജീൻ്റെ വാല്യൂ ഈ കേസിൽ എന്താ വരുന്നത്, 10 വരും, ഈ കേസിലോ 20 വരും, ഈ കേസിൽ 10, ഈ കേസിൽ 40. ഫൈൻ. സോ n ആസ് സച്ച് ആ ഇക്വേഷൻ്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ 10 കഴിഞ്ഞ് അടുത്ത വാല്യൂ വരുന്നത് എന്താ, 20. പക്ഷേ n സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് ആദ്യത്തെ വാല്യൂ എന്താ, ആദ്യത്തെ എനർജി ലെവലിൻ്റെ 10, അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ 40. ഇടയ്ക്കുള്ള അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? സോ ഈ എനർജി എന്ന് പറയുന്നത് എന്താണ്, ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളെന്നർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ് തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ബെഞ്ച് ഇട്ടേക്കുന്നിടത്തെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ഇരിക്കത്തുള്ളൂ എന്നർത്ഥം. പിടികിട്ടിയോ? ഓക്കെ, സോ ഓരോ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അനുസരിച്ചല്ല നിങ്ങൾ ഇരിക്കത്തുള്ളൂ. സെയിം വേ ഒരു ഡെഫിനറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എനർജി ലെവലായിരിക്കും ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളുടെ മൂവ്മെൻറ്റ് കാരണം അവിടെ എനർജി ഉണ്ടാവുന്നത്. ഫൈൻ. നൗ ദിസ് n which is a non-zero number and it should be a positive number of course, കാരണം നെഗറ്റീവ് ലെവൽസിലോട്ട് നമ്മൾ നോക്കാറില്ല അല്ലേ. എനർജി യു കാൽക്കുലേറ്റ് ഇറ്റ് ആസ് എ പോസിറ്റീവ് നമ്പർ. ഫൈൻ. സോ n is a non-zero number and this is referred to as a quantum number, and for the associated quantum number there is a definite energy level. Fine. Now ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ അപ്ലോഡ് ചെയ്യുക ഇൻ ദി ക്ലാസ് റൂം. ഫൈൻ. Calculate the first 4 energy values of an electron in a one-dimensional box of width L is equal to 1 Armstrong in electron volt. Any doubts? Just let me know. Fine. Next നമ്മൾ നോക്കണേ density of states and dimensionality. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താ, നാനോ സ്ട്രക്ചറിൻ്റെ ഒരു നാനോ സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം 1 ഡയമെൻഷണൽ ബോക്സ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് വേവ് ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വേവ് ഫംഗ്ഷൻ അനുസരിച്ച് എനർജി എങ്ങനെ വേരിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി എനർജി വേരിയേഷൻ അനുസരിച്ച് നമുക്ക് വേറൊരു പാരാമീറ്റർ, ഓക്കെ, എനർജി വേരിയേഷൻ അനുസരിച്ച് വേറൊരു പാരാമീറ്റർ അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദി ഡയമെൻഷനാലിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിലോട്ട് വരാം. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതിൻ്റെ ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് ഡയമെൻഷനാലിറ്റി എന്ന്. എങ്ങനെയാണ് ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എടുക്കുന്നത്? ഓക്കെ, നൗ ഫോർ എക്സാമ്പിൾ number of quantum states available per unit energy per unit volume is called density of states. So as a definition നമ്മൾ പറയുവാണെങ്കിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ per unit energy per unit volume is the density of states. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഫ്ലോറിൻ്റെ അകത്ത് എത്ര
കുട്ടികൾ ഇപ്പം സപ്പോസ് S1A ബാച്ചിൻ്റെ പിള്ളേർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒരു ഫ്ലോറിൽ എത്ര സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെ എത്ര കുട്ടികൾ ആ ഒരു ഏരിയ ആ ഒരു ഫ്ലോറിൽ എടുക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എത്ര സ്റ്റുഡൻസ് ആ ഒരു S1Aൻ്റെ ക്ലാസ് റൂമിലുണ്ട്, ഓക്കെ, ഡിവൈഡഡ് ബൈ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ക്ലാസ് റൂം എത്ര സ്പേസ് കവറപ്പ് ചെയ്യുന്നു, ഓക്കെ, അത് വെച്ചല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ S1Aൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ ദാറ്റ് ഫ്ലോർ. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ദാറ്റ് ഈസ് ആ ഒരു ഫ്ലോറിൻ്റെ അകത്ത് S1Aൻ്റെ എത്ര സ്റ്റുഡൻസ് കാരണം അവിടെ ഏരിയ ഒക്യുപ്പൈ ആവുന്നുണ്ട് എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ക്ലാസ്, ഓക്കെ, ആ ക്ലാസ്സിൻ്റെ ഏരിയ അറിയണം. ദെൻ ആ ക്ലാസ് ആ ഒരു ഫ്ലോറിൻ്റെ അകത്ത് എത്ര വോള്യൂം ഒക്യുപ്പൈ അല്ലെ ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണ്ടേ. ഫൈൻ. നൗ ദിസ് വാസ് അക്കോർഡിംഗ് ടു ദി ഏരിയ. ഫൈൻ. ഇനി ഇത് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറയുന്ന ഒരു എക്സാമ്പിളാണ്, ആ സ്റ്റുഡൻസിനെ പറ്റി അല്ലെങ്കിൽ ആ ടീച്ചറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു കൗണ്ട് ദി സ്റ്റുഡൻസ്, റൈറ്റ്? സോ സെയിം വേ നാനോ സ്ട്രക്ചറിനകത്ത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് എത്രത്തോളം ഉണ്ട്, ആ പാർട്ടിക്കിൾസ് എത്രത്തോളം ഉണ്ടെന്ന് മാത്രമേ അറിഞ്ഞാലേ നമുക്ക് ആ വേവ് ഫംഗ്ഷൻ ആൻഡ് എനർജി വെച്ചിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഇൻ നാനോ സ്ട്രക്ചേഴ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഇസ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് and it is referred to as the quantum states. ഓരോ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഓരോ ബെഞ്ച്, എത്ര ബെഞ്ച് പിള്ളേർ ഒക്യുപ്പൈ ചെയ്യുന്നു പെർ യൂണിറ്റ് ക്ലാസ്, ഓക്കെ, പെർ യൂണിറ്റ് എനർജി ലെവൽ, അതാണ് നാനോ സ്ട്രക്ചർ വെച്ച് റിലേറ്റ് ചെയ്യുമ്പം പെർ യൂണിറ്റ് വോള്യൂം എന്ന് വെച്ചാൽ ആ ഒരു ത്രൂ ഔട്ട് ദി നാനോ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലാസ് റൂം വെച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ത്രൂ ഔട്ട് ദി ഫ്ലോർ. Okay, so since nano structures can be of different dimension, so I am writing it as number of quantum states available per unit energy per unit volume ne ഞാൻ represent ചെയ്യുവാണ്. N1D, N2D, N3D. Okay, 1 dimension, 2 dimension, 3 dimension. Now number of states per unit energy ne ഞാൻ represent ചെയ്യുന്ന റോ വെച്ചിട്ടാണ്. റോ 1D, റോ 2D, റോ 3D. Okay, per unit energy മാത്രം. വേർ വോള്യൂം, ഇതിനെ വോള്യൂം വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് കിട്ടത്തില്ലേ? ഓക്കെ, സോ 1 ഡയമെൻഷൻ്റെ കേസിൽ വോള്യൂം എന്തായിരിക്കും? ആ ഒരു ലെന്ത് അല്ലേ. 2 ഡയമെൻഷൻ്റെ കേസിലോ ഏരിയ, 3 ഡയമെൻഷൻ്റെ കേസിലോ ദിസ് വുഡ് ബി വോള്യൂം. ഫൈൻ. സോ ഇങ്ങനെയാണ് വോള്യൂം നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? നമ്മുടെ നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ് അവൈലബിൾ പെർ യൂണിറ്റ് എനർജി ആൻഡ് പെർ യൂണിറ്റ് വോള്യൂം നമുക്ക് കിട്ടും. സോ 1 ഡയമെൻഷൻ്റെ കേസിൽ മാത്രം ഇന്ന് നമുക്കൊന്ന് ഡെറൈവ് ചെയ്തിട്ട് വിടാം. ഓക്കെ, സോ തൊട്ട് മുന്നേ നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ ആ എനർജി ഇക്വേഷൻ അല്ലേ. സോ ജനറൽ എനർജീൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ നിന്ന് എനിക്ക് E1 എന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്വാണ്ടം നമ്പർ N1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ ഐ ഗെറ്റ് ഇറ്റ് ആസ് പൈ സ്ക്വയർ h bar square by 2me star a square. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഇത് ത്രൂ ഔട്ട് ഞാൻ ഈ E1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദി nth എനർജി ലെവൽ ക്യാൻ ബി റിട്ടൺ ആസ് n സ്ക്വയർ E1. ഫൈൻ. En is equal to n സ്ക്വയർ ടൈംസ് E1. ആ E1 ഇവിടെ ഞാൻ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. സോ ഐ ഗെറ്റ് ഇറ്റ് ആസ് den ആസ് 2n. ഓക്കെ, ഇതിനെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, en റെപ്രസെൻറ്റ് ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ den ഇസ് ഈക്വൽ ടു 2n dn en. ഫൈൻ. ഇതിനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ദാറ്റ് ഇസ് dn ബൈ den ഇസ് ഈക്വൽ ടു 1 ബൈ ഇവിടെ 1 അല്ലേ. Okay, this is 1 over here, this is 1 over here. Okay, so ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? n എന്താ? നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് എനർജി ലെവൽ. ഇതെന്താണ് കിട്ടിയേ? 1 by 2n E1. ഓക്കെ, ഇനി ഇത് തന്നെ ഡിവൈഡ് ബൈ വോള്യൂം ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കിട്ടത്തില്ലേ? ഓക്കെ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദി 1 ഡയമെൻഷണൽ കേസിലെ റോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് എനർജി ലെവൽ. ഓക്കെ, സോ റോ 1D is given as 1 by 2n times
E1. Now ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നോക്കണേ, let this be A. Okay, ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് E1 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കിട്ടും? E1 is nothing but you can write it as En by n square. ഓക്കെ, അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n എനിക്ക് എങ്ങനെ കിട്ടും? n is equal to where n is equal to root of En by E1 എന്ന് എഴുതിക്കൂടായോ? ഓക്കെ, so I am rearranging 2 into En by into E1. Okay, so number of quantum states per unit energy level is given by this one. Okay, now ഒരു ക്വാണ്ടം സ്റ്റേറ്റിനകത്ത് എങ്ങനെയാണ്? ഒരു ഓപ്പോസിറ്റ് സ്പിന്നിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ടാവാൻ പാടില്ലേ? ഓക്കെ, സോ ദിസ് മേ ബി റിട്ടൺ ആസ് rho 1d is equal to 1 by 2 of En E1. ഓക്കെ, ഇതിനെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത്, സോ ഐ ഗോട്ട് ദിസ് ഫൈനലി. ഇനി ഒരു ക്വാണ്ടം സ്റ്റേറ്റിനകത്ത് ഓപ്പോസിറ്റ് സ്പിന്നിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ടാവാം. ഓക്കെ, സോ ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് 2 ഇൻറ്റു, സോ ആ 2 ഓപ്പോസിറ്റ് സ്പിന്നിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ rho 1d becomes 1 by root of En E1, or this is the 1 by root of En into E1. E1ൻ്റെ ജനറൽ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ഗെറ്റ് ഇറ്റ് ആസ്, സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു 1 by 2n ഇൻറ്റു E1ൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് En ഇൻറ്റു E1ൻ്റെ വാല്യൂ നമ്മൾക്ക് മുമ്പേ കിട്ടിയ രീതിയിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദി ഫൈനൽ ഇക്വേഷൻ ആസ് rho 1d, ദാറ്റ് ഈസ് നമ്മുടെ നമ്പർ ഓഫ് എനർജി number of quantum states per unit energy, you get it as A by pi h bar into root of 2m by En. Okay, where ഈവൻ്റെ ഈ വാല്യൂ ആണ് നമ്മൾ ആ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഫൈൻ, ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് എനർജി പെർ യൂണിറ്റ് വോള്യൂം, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി വോള്യൂം കൂടി ചെയ്യണം. ഇനി 1 ഡയമെൻഷൻ ബോക്സ് ആയിരുന്നു, സോ x is equal to 0 to x is equal to a വരെ അല്ലേ കരുതിയത്? സോ ആ ലെന്ത് എന്താ? a അല്ലേ? ഓക്കെ, സോ വോള്യൂം ഈ കേസിൽ ഡിവൈഡഡ് ബൈ a, ആ ലെന്ത് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുക, ദാറ്റ് ഈസ് ദി വോള്യൂം. സോ ദിസ് ക്യാൻ ബി ഗിവൻ ആസ് 1 by pi h square. a get cancelled, so it is root of 2m e star by En. Okay, why? Because quantum mechanics, so m is represented as m e star. Fine, so ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ 1 ഡയമെൻഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി 1 ഡയമെൻഷണൽ സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത? ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ? പൈ കോൺസ്റ്റൻറ്റ്, എച്ച് ബാർ കോൺസ്റ്റൻറ്റ്, എം ഇ സ്റ്റാർ കോൺസ്റ്റൻറ്റ്. വാട്ട് ഇസ് ദി വേരിയബിൾ ടേം? എനർജി. So the density of state in case of a 1 dimension nanostructure varies inversely to the square root of energy. Okay, so ഒരു ഗ്രാഫ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ്ലി വേരിയേഷൻ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. So this was the density of states for 1 dimension. Similarly we have to do for 2 dimension, 3 dimension as well. Okay, so that's all for today. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണേ. താങ്ക് യു ക്ലാസ്.